ഹായ്, മസ്റ്റ് ബി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. മസ്റ്റ് പോലെ തന്നെയാണ്, അത്തരത്തിലുള്ള കോണ്ടക്സ്റ്റുകളിൽ തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്ന് നോക്കാം. ബി എന്നാൽ നമുക്കറിയാം, പലപ്പോഴായി പറഞ്ഞ പോലെ ആവുക, അതല്ലെങ്കിൽ ആയിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സോ മസ്റ്റ് ബി എന്ന് പറയുമ്പോൾ തീർച്ചയായും ആവുക, അല്ലെങ്കിൽ തീർച്ചയായും ആയിരിക്കുക, നിർബന്ധമായും അങ്ങനെ ആയിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നമുക്കൊന്ന് രണ്ട് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. യു മസ്റ്റ് ബി ഹിയർ. യു മസ്റ്റ് ബി ഹിയർ. യു മസ്റ്റ് ബി ഹിയർ. നിങ്ങളിവിടെ തന്നെ ആയിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളിവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ യു മസ്റ്റ് ബി ഇൻ ദി ഓഫീസ്. നീ ഓഫീസിലുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലുണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരു കോണ്ടക്സ്റ്റ് വരുന്നത് നിർബന്ധമായും അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ്. ഹാവ് സം ഡിന്നർ വിത്ത് അസ്, യു മസ്റ്റ് ബി ഫാമിഷ്ഡ്. ഹാവ് സം ഡിന്നർ വിത്ത് അസ്, യു മസ്റ്റ് ബി ഫാമിഷ്ഡ്. ഫാമിഷ്ഡ് മീൻസ് എക്സ്ട്രീംലി ഹംഗ്രി. നിനക്ക് നല്ല വിശപ്പുണ്ടാവും ഇപ്പോൾ. സോ ഹാവ് സം ഡിന്നർ വിത്ത് അസ് മീൻസ് മസ്റ്റ് ബി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, നല്ല വിശപ്പുണ്ടായിരിക്കും, നിർബന്ധമായും നീ നന്നായി വിശന്നിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്ന കോണ്ടക്സ്റ്റിനെയാണ് അവിടെ കാണിക്കുന്നത്. സോ യു മസ്റ്റ് ബി ഫാമിഷ്ഡ് മീൻസ് യു മസ്റ്റ് ബി എക്സ്ട്രീംലി ഹംഗ്രി. ഓക്കെ, അനേതൊരു എക്സാമ്പിൾ. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, ഇറ്റ് മസ്റ്റ് ബി എ ക്രിമിനൽ. ഇറ്റ് മസ്റ്റ് ബി എ ക്രിമിനൽ ഓർ ഹി മസ്റ്റ് ബി എ ക്രിമിനൽ. അത് ആ പ്രവൃത്തി ചെയ്തത് ഒരു ക്രിമിനൽ തന്നെ ആയിരിക്കും, നിർബന്ധമായും അങ്ങനെ ആയിരിക്കും അത്. മറ്റൊന്ന്, നമ്മളൊരാളെക്കുറിച്ച് പറയുകയാണ്, കുറേ കാലം മുമ്പ് നമ്മുടെ ചങ്ങാത്തത്തിലുള്ള നമുക്ക് നന്നായി അറിയുന്ന ഒരാളെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് പറയുകയാണ്, ഹി മസ്റ്റ് ബി എ ഡോക്ടർ. ഹി മസ്റ്റ് ബി എ ഡോക്ടർ. നിർബന്ധമായും അദ്ദേഹം ഇപ്പോൾ, അതല്ലെങ്കിൽ അവനിപ്പോൾ ഒരു ഡോക്ടറായിരിക്കും. റൈറ്റ്. മറ്റൊന്ന് വരുന്നത് വെർബിൻ്റെ പാസീവ് ഫോമിലാണ്. ഉദാഹരണത്തിന്, മീറ്റ് മസ്റ്റ് ബി കുക്ക്ഡ് thoroughly. Meat must be cooked thoroughly. Got the idea? Thank you. Bye-bye. Take care.